കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമാണ് നമ്മുടെ കർഷക സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ തന്നെ. കാരണം നമ്മളെല്ലാം ഈ മുദ്രാവാക്യത്തിൽ തന്നെ ഒതുങ്ങിയതേ ഉള്ളൂ. കാരണം എന്താ മുദ്രാവാക്യം? ജയ് ജവാൻ ജയ് കിസാൻ. ഇവര് രാജ്യത്തിന്റെ നട്ടില്ല. അത് മനസ്സിലാക്കാൻ ആരാ മനസ്സിലാക്കേണ്ടത്? നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും. മാത്രമല്ല ഈ രാജ്യത്തെ തീറ്റി പോറ്റുന്ന കർഷകനാണ്. പിന്നെന്താ മറ്റൊരു വിശേഷം ചോദിച്ചാല്, ഒരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഒടായ്പിൽ പറ്റില്ല. അതിന്റെ സത്യസന്ധം തന്നെ ചെയ്യണം. ബാക്കിയൊക്കെ നമ്മൾ ഒടായ്പ കാണിക്കാം. പലതരത്തിലുള്ള ഒടായ്പകളോടൊപ്പം തന്നെ ഒട്ടനവധി ചൂഷണത്തിന് നമ്മൾ വിധേയനാവുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ ഞാനിപ്പോ 2 തവണയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നെല്ല് കൊടുത്ത പൈസ കിട്ടാനുണ്ടെന്നാ പറഞ്ഞത്. ഏത് നമ്മുടെ അധ്വാനിച്ച സാധനം കൊടുത്ത് കിട്ടാനുള്ള പൈസയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഞാൻ ഇവിടെ ഒരു കടക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടില്ലറിന്റെയോ ട്രാക്ടറിന്റെ ഒരു പാർട്സിന് പോയാൽ അവർ കടന്നില്ല. പെട്രോൾ പമ്പിന് 1 ലിറ്റർ എണ്ണ വേണം ട്രാക്ടറിന് അല്ലെങ്കിൽ ടില്ലറിന് പറഞ്ഞാൽ അവർ കടന്നില്ല. പക്ഷെ നമ്മളുടെ നെല്ല് കടം മേടിച്ചിട്ട് മാസങ്ങളോളായി തീർന്നില്ല. ആലോചിച്ച് നോക്ക്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ കർഷകരെ കൊണ്ട് എന്താ പറയാ നട്ടം തിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റുകൾ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായി. നമുക്കറിയാം കർഷകർ എന്ന് പറയുന്നത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇത് നിർബന്ധമാണ്. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മൾ ഗവൺമെന്റ്. ആവശ്യമില്ലാതെ കാശ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മർമ്മപ്രധാനമായ കാര്യത്തിനേക്കും കാശ് വരുന്നില്ല. എന്താ മർമ്മപ്രധാനം? ഭക്ഷ്യസുരക്ഷ. ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആർക്ക്? വേണ്ടപ്പെട്ട ആളുകൾ. ഈ ഭക്ഷ്യസുരക്ഷയിൽ എന്തെല്ലാം അതിന്റെ ഗുണപാഠങ്ങളുള്ളതെന്നൊന്നും അവർക്കറിയില്ല. അല്ലേ? ഇന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നമ്മളെ കിടന്നിട്ട് നമ്മളെ കർഷകരെ ദ്രോഹിച്ചാണ് ജീവിതത്തിൽ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതുമാവട്ടെ, ഒന്നുകിൽ ഒരു 5 വർഷത്തേക്ക് അതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിക്കുക. എങ്ങനെ വില? കൃത്യമായൊരു വില. 5 വർഷത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു. അവർ മന്ത്രിസഭ ആലോചിച്ചിട്ട് ചെയ്തോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച്. പക്ഷെ 5 വർഷം കർഷകരുടെ നെല്ലിന്റെ വില അത് സീസണെന്നോ മറ്റു സമയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് നെല്ലിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരു നീചമായ വില നിശ്ചയിച്ചു അതവിടെ സ്റ്റോക്ക് വെക്കണം. ഒരു ഏത്തക്കൊലയാണെങ്കിലും ഏത്തവാഴയാണെങ്കിലും മരച്ചീനിയാണെങ്കിലും ഇത്ര രൂപയാണ് കർഷകരിൽ നിന്ന് എടുക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം. മാത്രമല്ല ഞാനൊക്കെ നിങ്ങളറിയാം, 10 വയസ്സ് മുതൽ ചെയ്ത പണിയാ കൃഷിപ്പണി. ഇപ്പൊ എനിക്ക് 74 വയസ്സ്. അപ്പൊ എത്ര വർഷം ഞാൻ കൃഷിയിലേക്ക് മുഴുകിയിട്ടുണ്ട്? ഞാൻ അധ്വാനിച്ചെന്റെ രക്തം മുഴുവൻ പോയി, രോഗിയായി. നമുക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ ഉണ്ടോ? 3 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ശമ്പളമുള്ളവരാണ് നേർപകുതി പെൻഷൻ കൊടുക്കുന്നത്. ആലോചിച്ച് നോക്ക്. PSC ബോർഡിലെ അംഗങ്ങൾ അവർക്ക് എന്തുകൊണ്ട പണിയല്ലേ? പക്ഷെ അവർക്ക് 2 ലക്ഷം റുപ്യാണ് മാസം ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല അവർക്ക് പിന്നെ അത് കൂടാണ്ട് എല്ലാ ആനുകൂല്യവും കൊടുക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. പക്ഷെ നമുക്ക് എന്താ ഉള്ളത് ആലോചിച്ച് നോക്ക്. യഥാർത്ഥ കർഷകന് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ കർഷകർക്ക് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് വേറെ കാര്യം. ഞാൻ പറയുന്നത് കർഷകർക്ക് ശമ്പളം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്താ കൊടുക്കുന്നതിന് കൊടുക്കാം. അതിന് ചില നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ കൂടി പോവുകയാണെങ്കിൽ ഒരു വിഷമില്ലാതെ നമുക്ക് കർഷകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം.
കാരണം നാട്ടില് ഒഴിച്ചുകൂടാത്തൊരു വിഭാഗമാണ് കർഷകര്. ഇപ്പൊ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എത്ര തവണയാണ് ഇവിടെ സമരം ഉണ്ടാക്കി വെച്ച് ആലോചിച്ച് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കടക്കാരൻ്റെ അടുത്തൊരു സാധനം മേടിക്കാൻ പോയാൽ അവര് ഇന്ന് റൊക്കം കൊടുത്താൽ സാധനം തരുള്ളൂ, അല്ലാതെ അവർക്ക് നമ്മളെ നെല്ല് വാങ്ങിയിട്ട് 5-8 മാസം വരെ അവര് വെച്ചിട്ട് നമുക്ക് അതിന്റെ കാശ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനോളം നാണക്കേട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു രാമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഏകദേശം കൊടുത്തു കഴിഞ്ഞു എന്നാ എന്നോട് പറഞ്ഞു. ഇന്നിപ്പം ഞാനിപ്പം വീട്ടിൽ ചെന്ന് വിളിക്കും. ഞാനിന്ന് പോയിട്ടുണ്ടല്ലോ പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ സമരത്തിന്. അവിടെ ഒരു ചോദിച്ചപ്പോ ഇതാണല്ലോ പ്രസാദ് ഏട്ടാ സാറാ പറഞ്ഞത്, അതെന്താ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നെ നമുക്ക് ഇൻഷൂറില്ല. ഒരു അപകടം സംഭവിച്ചാൽ അതായത് തെങ്ങിന്റെ മുകളിലോ കഴുകിന്റെ മുകളിലോ കുരുമുളകിന്റെ മണ്ടെന്നോ വീണാൽ നമ്മൾ ആര് രക്ഷപ്പെടുത്തും? ഒരു ഓഫും വരില്ല. മനസ്സിലല്ലേ? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എവിടെല്ലാണോ നമ്മൾ അപകടം എന്നറിയോ? ഒരുപാട് കാര്യത്തിൽ നമ്മൾ അപകടം. അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങള് ഒരു ഭാഗത്ത്. ഇല്ല, നമ്മൾ വയനാട്ടിൽ നിങ്ങൾ കണ്ടു കാണാൻ അറിയില്ല, ടിവിയിലൊക്കെ കാണാം അവിടെ ഉരുൾപൊട്ടിയത്. മനസ്സിലായില്ലേ? ഒരു കുട്ടി അവിടെ ബാക്കി വായിക്കാം. ആലോചിച്ച് നോക്ക്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കർഷകന്റെ നട്ടെല്ല് ഒടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷത്തിലായി നമ്മൾ എന്തിനു വേണ്ടി സമരം ചെയ്തു? ഒരു സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്തേ. പക്ഷെ അതാണ് അവിടെ നടക്കുന്നത്. അല്ല, ആലോചിച്ച് നോക്ക്. എല്ലാവരും അധികാരത്തിൽ വരുന്നുണ്ട്. അതിനിപ്പം UDF എന്നോ LDF എന്നോ എന്നൊന്നും നടക്കില്ല. നമ്മൾ അതിനൊന്നും നമ്മൾ ആരെയും നമ്മൾ വെക്കുന്നില്ല. നമുക്ക് വേണ്ടത് നിഷ്പക്ഷമായ കാര്യങ്ങളാണ്. നമുക്കൊരു കർഷകന് നിഷ്പക്ഷമായ പാടുള്ളൂ. അതിന് വേറൊരു വിവേചനം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കർഷകനെയാണ് ഇന്നിപ്പതാ ഈ കളക്ടറേറ്റിന്റെ പടിക്കൽ നട്ടം തിരിയുന്ന വെയിലത്ത് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള നാട്. ഈ ചൂടുള്ള സമയത്താണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. ഇതിലൂടെ പോകും ഒന്ന് പാവങ്ങളെയും കണ്ട് എന്തെങ്കിലും ഒരു സഹതാപം കാണിച്ചൂടെ? ആർക്കും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ആലോചിച്ച് നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു പരമ്പരാഗത കർഷകൻ എന്ന നിലയ്ക്കും മാത്രമല്ല ഒട്ടനവധി അനുഭവ പാഠങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, പില്ലറ് പൂട്ടുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി പില്ലറ് പൂട്ടുന്ന കുട്ടിയല്ല, കർഷകനാണ്. പില്ലറ് പൂട്ടുമ്പോ അറിയാതെ കീറങ്ങ് വീണുപോയി. അപ്പോഴേക്ക് പില്ലറ് മുന്നോട്ട് കുത്തി. അപ്പോഴേക്ക് അതിന്റെ ബ്ലേഡുകൾ മുഴുവൻ ഇവിടെ തട്ടിയ പീസായിട്ട്. മനസ്സിലല്ലേ? ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഒരുപാട്. എന്താ കഥകൾ ആലോചിച്ച് നോക്കും. വയനാട്ടിൽ ഇപ്പൊ കുരുമുളകൊന്നും ഇല്ല, കാപ്പി കിട്ടാനുള്ള കുരുമുളക് ഇല്ല. എങ്ങനെ പിടിച്ചു നിൽക്കും കർഷകര്? ഞാനിവിടെ വന്നപ്പോ പല ഭാഗങ്ങളും നോക്കിയപ്പോ ഇവിടുത്തെ കൊല്ലംകോടുള്ള കർഷകർക്ക് ഈ നെല്ലല്ലാതെ വേറൊരു വരുമാനം ഇവിടെ കാണില്ല. വേറൊരു വരുമാനം കാണില്ല. പിന്നെ ഉണ്ട് ഒരു മാമ്പഴം, അതും കുറവാണ്. അത് മാമ്പഴം ഉണ്ടെങ്കിലേ അതിന് വിലയും കിട്ടുള്ളൂ. വേറൊരു സാധനം ഈ കൊല്ലംകോട് ഭാഗത്ത് ഞാൻ കണ്ടില്ല. അവരുടെയൊക്കെ ജീവിതം എന്തായിട്ട് ആലോചിച്ച് നോക്കി. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ഒരു മാന്യമായ തോതിൽ ഒരു വേണ്ട ഡിഗ്രി ഒന്നും പോണ്ട, നമുക്കൊരു +2 വരെങ്കിലും ആ കുട്ടീനെ പഠിപ്പിക്കണ്ടേ? അതിന് പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ് കർഷകനെ. മാത്രമല്ല ഒരു പെൺകുട്ടിയെ ഒരു കർഷകന്റെ മോന് കിട്ടൂല. എന്താ നോക്കണേ? അപ്പൊ എല്ലാ അർത്ഥം വെച്ച് നോക്കുമ്പോഴല്ല നമ്മളെ കർഷകരുടെ കാര്യത്തിൽ എങ്ങനെ ഇതൊക്കെ എനിക്കൊരു വരുമ്പോ വല്ലാത്ത വേദനയുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 64 വർഷം കൃഷിപാടത്ത് നന്നായിട്ട് അധ്വാനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ്. മനസ്സിലല്ലേ? പിന്നെ മാത്രമല്ല, നിങ്ങൾ കേൾക്കണം, ഞാന് 10-60 തരം നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു കർഷകനാണ്. 30 വർഷമായി തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്.
ഒരണ പൈ നമുക്ക് തന്നില്ല ഇത് സംരക്ഷിക്കുന്നത്. ആർക്ക് വേണ്ടിയാ? വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ ആ കുട്ടിയോട് അവരോട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കയ്യിൽ അറിവിന്റെ പുസ്തകമേന്തവേ മറുകയിൽ എന്താണ് പണിയായിട്ടോ. ജയ് ജവാൻ ജയ് കിസാൻ. പാഠ്യപദ്ധതിനെ പറ്റി പറയാൻ വേണ്ട. പാഠ്യപദ്ധതി ഒരു വഴി കൂടി, പിള്ളേർ വേറൊരു വഴി കൂടി, തന്ത വേറൊരു വഴി കൂടി. ഇതാണ് നമ്മുടെ പാഠ്യപദ്ധതി. മറ്റു രാജ്യങ്ങളിലൊക്കെ, UK-യിലും ജപ്പാനിലൊക്കെ അവർ ആദ്യം തുടങ്ങുന്നത് കൃഷിപ്പാടാണ്. കൃഷിപ്പാടം, രാജ്യത്തിന്റെ സംരക്ഷണം, രാജ്യത്തിന്റെ യുദ്ധോപകരണങ്ങള്, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവര് പ്രായമാവുമ്പോഴും ആ രാജ്യത്തിന്റെ ഏകദേശം ഗുഡൻസുകൾ അവർ പഠിഞ്ഞിരിക്കും. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് അതുണ്ടോ? നെല്ലെന്താണെന്ന് പോലും അറിയില്ല നമ്മളെ മക്കൾ. അതാ നമ്മളുടെ മക്കളുടെ സ്ഥിതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഒരുപാട് കഥകൾ വേറെയും. ഇത് പറഞ്ഞാൽ തീരില്ല. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നേരം വിളിക്കുന്ന പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണ്ടല്ല, ഇങ്ങനെ ഒന്നും പറഞ്ഞ് തീരൂല. അത്രമാത്രം കഥകളുണ്ടല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ മക്കൾക്ക് രണ്ടൊരു പാഠപുസ്തകം ഉണ്ട് 7ാം ക്ലാസ്സിലെ. വിത്തെന്ന മഹാത്ഭുതം. ഇപ്പെങ്കിലും അവർക്ക് അങ്ങനെ തോന്നിയല്ലോ വിത്തെന്നൊരു മഹാത്ഭുതം. ഇപ്പോഴെങ്കിലും അവർ തോന്നി വിത്തെന്നൊരു മഹാത്ഭുതം. വിത്തന്നെ മഹാത്ഭുതം തന്നെയാണ്, യാതൊരു തർക്കമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകൊച്ചിന് അവരൊക്കെ 2 മക്കളും 3 മക്കളും ഉണ്ടാവുന്നത് അതൊരു വിത്താണ്. അതായത് വിത്ത് ഒന്ന് മാത്രമല്ല, വിത്ത് പലതും ഉണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടില്ല, കേട്ടില്ല, നടിക്കുകയാണ് നമ്മള് മന്ത്രിമാര് ഒക്കെ. അത് കേന്ദ്രത്തിലായിക്കോട്ടെ, നമ്മളെ സ്റ്റേറ്റിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ. ആലോചിച്ച് നോക്കും. ഇപ്പോ ഇവിടെ സമരം നടക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ സമരത്തില് സമരസഖാക്കൾ കൊടുത്ത് അല്ലെങ്കിൽ ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു സന്ദേശം എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അവര്? വേണ്ട, 5 ദിവസം ഉണ്ടല്ലോ, റേഡിയോയിൽ കൂടിയോ പത്രത്തിൽ കൂടിയോ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാലോ. നേരിട്ട് വരണ്ട. ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും പറയും രാഷ്ട്രീയ പ്രേരണ എന്നാ പറയാ. രാഷ്ട്രീയ പ്രേരണ അത് BJP ആണ്, അതിൽ കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഒരു ഭാഗം. അത് തൽക്കാലം തടിവരലാണത്. നമുക്ക് മഴക്കൊണ്ടാ അത് തടിവരല. പക്ഷേ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ സമരത്തിന് പങ്കുചേരാനും നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനും ഒക്കെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും ഈ അലയടി എന്ന് പറയും. ഇവിടെ മാത്രമല്ല, നീ ആന്ധ്രയിൽ നെല്ല് കർഷകർ കൊടുക്കുന്ന എത്രയെന്നറിയോ? 1300 രൂപയാണ് ഒരു കിലോ നെല്ലിന് അവിടെ കൊടുക്കുന്നത്. അതോ അവരൊരു ചാക്ക് വളം കിട്ടണമെങ്കിൽ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് അവന്റെ നെല്ല് പണയം കൊടുക്കണം. ആന്ധ്രയിലൊക്കെ സ്ഥിതി കാരണം എന്തറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ അടുത്ത് കാര്യമായിട്ട്. അവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരു ചർച്ച ചെയ്ത് സംസാരിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എത്ര വ്യക്തമായി പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം, കാരണം എന്നോട് ആളുകൾ ചോദിക്കാണ്ട് രാമേട്ടൻ രാസവളവും കീടനാശിനും ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കിട്ടുമോ തയ്യോ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ അതിന് വലിയ വിഷമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം എന്തറിയോ? ഇവിടെ നെല്ല് മാത്രമല്ല, നമുക്ക് ഒട്ടനവധി സാധനങ്ങൾ കഴിക്കാറുണ്ട്. കപ്പ, ചേന, ചേമ്പ്, രാഗി, ചാമ, തേന, വിറക്, എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മള് പരിശ്രമിച്ചതൊക്കെ ജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് യാതൊരു തർക്കമില്ല. പക്ഷെ മടിയന്മാർക്ക് പിന്നെ ഇത് കഴിയില്ല കേട്ടോ. അത് നടക്കൂല. എല്ലാവരും പറഞ്ഞാല് വെള്ളക്കോളറുകാർ നടക്കുകയാണ്. ആര്? നമ്മളാളുകൾ. ഇവിടെ നേപ്പാളികളാ ജോലി ചെയ്യുന്നത്. നേപ്പാളികളാ ഇവിടുത്തെ ജോലിക്കാർ. നമ്മളാരും ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് ആലോചന നോക്കി. അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പലത് കൊണ്ട് നമുക്ക് പിന്നെ കൃഷിക്കാരെ എനിക്ക് വന്നത് ഇത് നിങ്ങളെ എനിക്ക് വന്നത് ഈ പ്രകോപനപരമായിട്ട് പോയി എന്നുകൊണ്ട് ഞാൻ ധരിച്ചു കേട്ടോ. കാരണം അത്രമാത്രം വിഹാരം ഉണ്ടാക്കും. അത്രമാത്രം വിഷമുണ്ട് ഉണ്ടാക്കും. എന്താണെങ്കിലും ഞാനും എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
മന്ത്രിമാരാണെങ്കിലും എംഎൽഎമാരാണെങ്കിലും ഒക്കെ ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പിന്നെ ഇപ്പൊ ഒരു എന്താ പറയുക 1-2 വർഷം കൊണ്ട് ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം അതാണ്. വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല. അവർ പറഞ്ഞ് നോക്കട്ടെ, ആലോചിക്കാം എന്നൊക്കെ പറയാ എന്നല്ലാതെ ഒരിക്കലും അത് പ്രാബല്യത്തിൽ വരുന്നതായിട്ട് കാണുന്നില്ല. മനസ്സിലായി? ഇപ്പൊ തന്നെ കർഷകക്ഷേമ ബോർഡ് ഉണ്ടായി. കർഷകക്ഷേമ ബോർഡിൽ സത്യത്തിൽ ഒരു യഥാർത്ഥ കർഷകനാണ് അതിന് അധ്യസ്ഥാനത്ത് വരേണ്ടത്. വന്നത് ആരാന്നറിയോ? പി രാജേന്ദ്രൻ പണ്ട് വൈസ് ചാൻസലറായ ആളാണ്, എനിക്കറിയാളാണ്. പക്ഷെ യഥാർത്ഥ കർഷകനാണ് അതിൽ അധ്യക്ഷനാവുന്നത്. ആരെങ്കിലും വന്നോ അതിൽ? മാത്രമല്ല, എത്ര കർഷകരതിൽ ബോർഡിൽ അംഗങ്ങളായിട്ടുണ്ടാവും? പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു ബോർഡുണ്ടായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ ദുഃഖവും സങ്കടവും പറയാൻ ഇവിടെ ആരുമില്ല. അപ്പൊ എന്തായാണെങ്കിലും നമുക്ക് നിർത്താം കേട്ടോ. എനിക്ക് വേഗം പോകേണ്ട, രാത്രി ഞാൻ ഉറങ്ങിയില്ല, പിന്നെ വയറുവേദന ആയതുകൊണ്ട് ഇന്നലെ ഉറങ്ങി. ഓ, എന്താണ് പറയൂ. കേരള സർക്കാരുകൾ കർഷകരെ രക്ഷിക്കുന്ന നയങ്ങൾ നെല്ല് കൊടുത്തിട്ട് മാസങ്ങളായിട്ട് കൊടുക്കുന്നില്ല. കേരളം പറയുന്നത് കേന്ദ്രം തന്നില്ലെന്ന് പറഞ്ഞു, കേന്ദ്രം പറയുന്നത് കൊടുത്തിട്ടെന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ കർഷകരുടെ സ്വകാര്യ അവസ്ഥയിൽ അത് നമുക്ക് അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൂടാന്നേ. കാരണം എന്ന് പറഞ്ഞാല് അവര് പറയുന്ന വെച്ചാല് കേന്ദ്രത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് കൃത്യമായി കണക്ക് അത് തരുന്നില്ല. ആര് തരുന്നില്ല? കേരള ഗവൺമെന്റ് തരുന്നില്ല. എത്ര ടണ്ണ് എത്ര എടുത്ത് എന്തെടുത്ത് എങ്ങനെയാണെന്നുള്ളത് ഇവർ ഒരു കണക്ക് കൊടുത്തില്ല എന്നാ പറഞ്ഞു. ആര് പറഞ്ഞു? കേന്ദ്രം പറയുന്നു. കേന്ദ്രം പറയുന്ന കേരള ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളെല്ലാം കൊടുത്തില്ല. നമ്മൾ ഏതാ വിശ്വസിക്കാം? നമുക്കൊന്നിനും വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ അവർ സമര നേതാക്കൾക്ക് അതിന്റെ രേഖപരമായി കൊടുക്കട്ടെ, സമര നേതാക്കന്മാർക്ക്. ഇതാ ഞങ്ങൾ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇത് വെച്ച് നിങ്ങൾ സംസാരിക്കൂ കർഷകരോട് എന്ന് എനിക്ക് പറയാം. നമുക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ട്. അപ്പൊ എന്താണെങ്കിലും പിന്നെ നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിന് ന്യായമായ ഒരു സംവിധാനം ഉണ്ടാവും, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിമുഖത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്.